ഒരു വശത്ത് നേപ്പാളിലെ തെരുവുകൾ രക്തത്താൽ ചുവക്കുന്നു, മറുവശത്ത് യുവാക്കളുടെ നിലവിളിയും നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയുമുള്ള മുദ്രാവാക്യങ്ങൾ ആകാശത്തോളം ഉയരുന്നു. മന്ത്രിമാരെ നഗ്നരാക്കി മർദ്ദിക്കുകയും പാർലമെന്റ് മന്ദിരങ്ങളും മന്ത്രിമാരുടെ വീടുകളിലും പ്രധാനമന്ത്രിമാരുടെ വസതിയും എന്തിനേറെ പറയുന്നു സുപ്രീം കോടതി വരെ യുവാക്കൾ അഗ്നിക്കിരയാക്കുന്നു. മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ പ്രതിഷേധക്കാർ കത്തിച്ച തീയിൽ വെന്തുരുകി മരിക്കുന്നു. പ്രധാനമന്ത്രിയായ KP ശർമ്മ ഒലിക്ക് രാജിവെച്ച് നേപ്പാളിലെ യുവാക്കളുടെ കൈകളിൽ പെടാതെ ജീവരക്ഷാർത്ഥം ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ടി വരുന്നു. പുതിയ തലമുറയിലെ ഒന്നിനും കഴിവില്ലാത്തവരായി കണ്ട് ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന യുവാക്കൾ വെറും 36 മണിക്കൂറുകൾ കൊണ്ട് നേപ്പാളിലെ സർക്കാരിനെ താഴെ ഇറക്കിയിരിക്കുന്നു. എന്തിനായിരുന്നു നേപ്പാളിലെ യുവാക്കൾ പൊടുന്നനെ ഒരു കലാപകാരികളായി മാറിയത്? എന്തായിരുന്നു അവരെ ചൊടിപ്പിച്ച വിഷയം? നേപ്പാളിലെ ജെൻസി കലാപത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ടെലിഹിസ്റ്ററിലൂടെ പരിശോധിക്കുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. 2008 മെയ് 28-നാണ് നേപ്പാളിലെ രാജഭരണം അവസാനിപ്പിച്ച് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. 2025 ആയിട്ടും നേപ്പാളിലെ ജനങ്ങളുടെ ദുരിതത്തിനും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാ വർഷവും ആയിരക്കണക്കിന് യുവാക്കളാണ് തൊഴിൽ തേടി രാജ്യം വിട്ടുപോകുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ കൂലിപ്പടയാളിയായി ജോലി ചെയ്യാൻ പോലും നേപ്പാളിലെ യുവാക്കൾക്ക് പോകേണ്ട ഗതികേടുണ്ടായി. നേപ്പാളിലെ ജനങ്ങൾ ജീവിതോപാധികൾ കണ്ടെത്താൻ കഷ്ടപ്പെടുമ്പോൾ നേപ്പാളിലെ ഭരണവർഗം അഴിമതിയിൽ പൂർണ്ണമായി മുങ്ങിത്താഴ്ന്ന് രാഷ്ട്രീയക്കാർ അഴിമതി പണത്താൽ അത്യാഡംബരമായി പ്രമാണികളെ പോലെ ജീവിക്കുന്നു. നിലവിലെ വ്യവസ്ഥതയിൽ നിരാശരായ ജനങ്ങൾ നേപ്പാൾ സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ചും നേതാക്കന്മാരുടെ മക്കളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചുമെല്ലാം സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ച് ചർച്ച ചെയ്യുമായിരുന്നു. 2023 നവംബറിൽ നേപ്പാൾ സർക്കാർ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോടും നേപ്പാളിലെ ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവിന് പിറകിൽ ഒരു സർക്കാരിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. സർക്കാരിനെതിരെ ഉണ്ടാകുന്ന വിദ്വേഷ പരാമർശങ്ങളും സൈബർ ബുള്ളിങ്ങുകളും സർക്കാരിനെ മോണിറ്റർ ചെയ്യുന്നതിനും സർക്കാർ വിരുദ്ധ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ചൈനീസ് സോഷ്യൽ മീഡിയ ആപ്പായ ടിക്ടോക്ക് ഒഴികെയുള്ള മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളൊന്നും തന്നെ നേപ്പാളിൻ്റെ സർക്കാർ മോണിറ്ററിംഗ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേസമയം രജിസ്റ്റർ ചെയ്യാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നിരോധിക്കാൻ നേപ്പാൾ സുപ്രീം കോടതി സർക്കാരിന് അനുമതി നൽകി. അങ്ങനെ ഈ വർഷം 2025 ഒക്ടോബർ 28-ന് സർക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് സെപ്റ്റംബർ 3-നകം രജിസ്റ്റർ ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം നിരോധിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ടിക്ടോക്ക് ഒഴികെ മറ്റ് എല്ലാ സോഷ്യൽ മീഡിയ കമ്പനികളും അത് അവഗണിച്ചു. അങ്ങനെ സെപ്റ്റംബർ 4-ന് ടിക്ടോക്ക് ഒഴികെയുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, എക്സ്, സ്നാപ്ചാറ്റ് എന്നിങ്ങനെ നേപ്പാൾ ജനങ്ങൾ നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഉപയോഗിച്ചിരുന്ന 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നേപ്പാളി സർക്കാർ നിരോധിച്ചു. എന്നാൽ നേപ്പാളി ജെൻസി യുവത്വം അടങ്ങിയിരുന്നില്ല. സർക്കാർ മന്ത്രിമാരുടെയും ബന്ധുക്കളുടെയും മക്കളുടെയും അവരുടെ ആഡംബര ജീവിതശൈലിയും സർക്കാർ വകുപ്പുകളിലെ സ്വജനപക്ഷപാതവും അഴിമതിയും സോഷ്യൽ മീഡിയകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് തടയാനാണ് നേപ്പാളി സർക്കാർ തങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറി ഒരു സ്വേച്ഛാധിപതിയെ പോലെ സോഷ്യൽ മീഡിയകൾ നിരോധിച്ചതെന്ന് നേപ്പാളിലെ യുവാക്കൾ അഭിപ്രായപ്പെട്ടുകൊണ്ട് നേപ്പാളിൽ നിരോധിക്കപ്പെടാത്ത ടിക്ടോക്ക് വഴി അവർ പ്രതിഷേധിക്കാൻ ആരംഭിച്ചു. എന്നാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ടിക്ടോക്ക് നിറയെ സർക്കാർ അഴിമതികളുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും പട്ടിണിയുടെയും അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെയും മക്കളുടെയും ആഡംബര ജീവിതത്തെയും തുറന്നു കാട്ടിക്കൊണ്ട് സർക്കാർ വിരുദ്ധ പോസ്റ്റുകളാൽ നിറഞ്ഞു. ഇത് തടയുന്നതിനായി നേപ്പാളി സർക്കാർ ഇൻ്റർനെറ്റ് താൽക്കാലികമായി വിച്ഛേദിച്ചു. ഇതോടെ സർക്കാരിനെതിരെ കലിപൂണ്ട നേപ്പാളിലെ യുവാക്കൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുവാനായി തീരുമാനിക്കുകയും അങ്ങനെ 2025 സെപ്റ്റംബർ 8-ന് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ആയിരക്കണക്കിന് യുവാക്കൾ ഒത്തുകൂടി. അവരിൽ ഭൂരിഭാഗവും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും 25 വയസ്സിനുള്ളിൽ പ്രായമുള്ള യുവാക്കളുമായിരുന്നു. പലരും സ്കൂൾ കോളേജ് യൂണിഫോമിലായിരുന്നു. അവരുടെ പക്കൽ ബാഗുകളും പുസ്തകങ്ങളും കൈകളിൽ സർക്കാർ വിരുദ്ധ പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരുന്നത്. ഹോമി നേപ്പാൾ എന്ന NGO-യാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാഠ്മണ്ഡുവിൻ്റെ മധ്യത്തിൽ ഒത്തുകൂടിയ പ്രതിഷേധക്കാർ മൈഥിനഗർ മണ്ഡല എന്ന പ്രതീകാത്മക സ്മാരകത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു. ഇത് വളരെ സമാധാനപരമായ മാർച്ചായിരുന്നു. മാർച്ചിലുടനീളം യുവാക്കൾ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും സാമ്പത്തിക അസ്ഥിരതയെക്കുറിച്ചുമൊക്കെയായിരുന്നു മുദ്രാവാക്യം ഉയർത്തിയിരുന്നത്. ഒപ്പം തങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പങ്കുവയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന സോഷ്യൽ മീഡിയ നിരോധിച്ചത്
സ്വേച്ഛാധിപത്യ പ്രവണതയാണെന്നും അതെല്ലാം പുനർക്രമീകരിക്കണമെന്ന ആവശ്യങ്ങളൊക്കെ മുദ്രാവാക്യം വിളിച്ച് അവർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവുമായി എത്തി. എന്നാൽ ഈ പ്രതിഷേധക്കാരെ തടയാൻ സർക്കാർ പോലീസിനെ വിന്യസിപ്പിച്ചു. പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റും ഉപയോഗിച്ചു. നേപ്പാൾ സർക്കാർ സ്വന്തം രാജ്യത്തിലെ ഭാവി തലമുറയെ ശത്രുക്കളായി കാണാൻ തുടങ്ങി. പോലീസുകാരെ കൊണ്ട് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അത് ക്രമേണ പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു. പോലീസ് മർദ്ദനത്തിനിടയിൽ ചിതറിയോടിയ ചില യുവാക്കളും വിദ്യാർത്ഥികളും പാർലമെന്റ് സമുച്ചയത്തിനുള്ളിലേക്ക് കയറി. എന്നാൽ പോലീസ് അടുത്ത് എന്താണ് ചെയ്തതെന്ന് കണ്ട് രാജ്യം മുഴുവൻ ഞെട്ടി വിറച്ചുപോയി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് പരസ്യമായി വെടിയുതിർത്തു. അത് റബ്ബർ ബുള്ളറ്റുകളായിരുന്നില്ല, ഒറിജിനൽ റിയൽ ബുള്ളറ്റുകളായിരുന്നു. 12 വയസ്സുകാരനടക്കം 20ഓളം പേർ ഓൺ സ്പോട്ടിൽ വെടിയേറ്റ് മരിച്ചു വീണു. 400-ലധികം പേർക്ക് പോലീസുകാരുടെ വെടിവയ്പിൽ ഗുരുതരമായി പരിക്കുപറ്റി. ഇത്രയും ക്രൂരതകൾ കൺമുന്നിൽ നടക്കുമ്പോൾ ഏതെങ്കിലും യുവാക്കൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നേപ്പാളിലെ യുവാക്കൾ അതിശക്തമായി പ്രതികരിച്ചു. നേപ്പാളിലെ ജൻസി യുവാക്കളുടെ തിരിച്ചടി ഭരണകൂടത്തിന് താങ്ങാൻ കഴിയുന്നതിലും ഭയാനകരമായി മാറി. കയ്യിൽ കിട്ടുന്ന പോലീസുകാരെയെല്ലാം അടിച്ച് ഈഞ്ച പരുവമാക്കി. അവർ കണ്ണിൽ കണ്ട എല്ലാ പോലീസ് വാഹനങ്ങളെയും തല്ലിത്തകർത്ത് തീയിട്ടു. ഇതോടെ നേപ്പാളിൽ കൂടുതൽ ആൾക്കാർ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. പ്രതിഷേധക്കാരുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചു. റോഡുകളിലും ടൗണുകളിലും പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞു. ജനങ്ങളെ നിയന്ത്രിക്കാൻ ഉച്ചകഴിഞ്ഞ് 3:30 കർഫ്യൂ ഏർപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു. പക്ഷേ പ്രതിഷേധങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു. കാഠ്മണ്ഡു കൂടാതെ പൊക്കാറ, ബെഡ്വാൾ, ഭരത്പൂർ, ദമാക് നഗരങ്ങളിലേക്കെല്ലാം പ്രതിഷേധങ്ങൾ പടർന്നു പിടിച്ചു. ജനങ്ങളുടെ അടങ്ങാത്ത കോപം കണ്ട് ഭയന്ന ആഭ്യന്തരമന്ത്രി അന്ന് വൈകുന്നേരത്തോടെ തന്നെ രാജിവെച്ചു. സോഷ്യൽ മീഡിയയിലേക്കുള്ള നിരോധനം അന്ന് രാത്രി തന്നെ പിൻവലിച്ചു. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തിയ കൊലയാളി സർക്കാരിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. 9-ാം തീയതി രാവിലെ ആയപ്പോഴേക്കും നേപ്പാളിലെ പ്രധാനമന്ത്രി KP ശർമ്മ ഓലി രാജിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇതേ സമയത്ത് തന്നെ ആ മന്ത്രിസഭയിലെ അഗ്രികൾച്ചർ മിനിസ്റ്ററായിരുന്ന രാംനാഥ് അധികാരി രാജിവെച്ചു. ഇതേ സമയത്ത് പ്രക്ഷോഭകാരികൾ ആശയവിനിമയ മന്ത്രിയുടെ വീടിന് തീയിട്ടു. പിന്നെ ധനമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും വീടുകളെയും വെറുതെ വിട്ടില്ല. അവയെല്ലാം കത്തിച്ച് അഗ്നിക്കിരയാക്കി. സുപ്രീം കോടതി പോലും നീതിയുക്തമല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയും തീവെച്ച് നശിപ്പിച്ചു കളഞ്ഞു. പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട DSPയെ പ്രതിഷേധക്കാർ തല്ലിക്കൊന്നു. മന്ത്രിമന്ദിരങ്ങൾ കത്തിച്ചുള്ള ആക്രമണത്തിൽ മുൻ നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഭാര്യ വെന്തു മരിച്ചു. അങ്ങനെ രാജ്യത്തിൽ കലാപം നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ സമാധാനപരമായ രാഷ്ട്രീയ പരിഹാരത്തിലെത്താൻ താൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതായി പറഞ്ഞുകൊണ്ട് നേപ്പാൾ പ്രധാനമന്ത്രിയായ KP ശർമ്മ ഓലി രാജിവെച്ചു. വെറും 36 മണിക്കൂർ കൊണ്ടായിരുന്നു യുവാക്കൾ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ തന്നെ മാറ്റിമറിച്ച് കളഞ്ഞത്. നേപ്പാളിലായാലും ലോകത്തിലെ മറ്റേത് രാജ്യത്തായിരുന്നാലും പുതിയ തലമുറകളുടെ അഭിലാഷങ്ങൾ തകർക്കുകയാണെങ്കിൽ പുതിയ തലമുറകൾ അത് ചോദ്യം ചെയ്യും, കലാപം നടത്തും. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നമ്മൾ കണ്ടതും അതുപോലെയായിരുന്നു. അണമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നത് പോലെയായിരുന്നു നേപ്പാളിലെ ജൻസി യുവാക്കളും പ്രതികരിച്ചത്. രാജ്യത്തെ തൊഴിലില്ലായ്മ കാരണം 7 മില്യൺ ആൾക്കാരാണ് രാജ്യം വിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആശയവിനിമയ മാർഗമായ സോഷ്യൽ മീഡിയ നിരോധിച്ചത് സർക്കാർ അതിൻ്റെ പ്രത്യാഘാതം മനസ്സിലാക്കാതെയായിരുന്നു. അതിൽ പ്രതിഷേധിക്കാൻ എത്തിയവരെ കുട്ടികളെന്ന് പോലും നോക്കാതെ സ്വേച്ഛാധിപത്യ സർക്കാരിനെ പോലെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അധികാരത്തിലിരിക്കുന്നവർ ജനങ്ങളുടെ എതിർശബ്ദങ്ങളെ പൂർണ്ണമായും അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നാം നേപ്പാളിൽ കണ്ടത്. അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന എല്ലാ സർക്കാരുകൾക്കും ഇതൊരു പാഠമാകേണ്ടതാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിച്ചാൽ അതവർ പിടിച്ചെടുക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.